ഹായ് കൂട്ടുകാരെ, അതെ നാരങ്ങ കിട്ടി. എൻ്റെ ഒരു ഫ്രണ്ട് നാരങ്ങ കൊണ്ടുവന്നാ. അപ്പം നാരങ്ങ ഞാൻ എങ്ങനെ അച്ചാർ ഇടുന്നതെന്ന് പറയാം കേട്ടോ. ഈ നാരങ്ങയുടെ ഉള്ളിൽ ഓരോ തുള തുളച്ചു. ഇതുണ്ടോ, ഒരു തുള ഇട്ടു. എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ തൂവിയിട്ട് ഇത് ആവി കയറ്റാൻ പോകും. അപ്പം മൂട്ടിയൊക്കെ ഇട്ടിട്ടോ ഒരു 10 മിനിറ്റ് ആവി കയറ്റണം. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഈന്തപ്പഴം എടുക്കണം. ഈന്തപ്പഴം കുനുകുനാന്നരിഞ്ഞിട്ട് ചൊറുക്കയിൽ സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇനി ബാക്കി ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേ നാരങ്ങ ഞാൻ നന്നായിട്ട് പുഴുങ്ങി ഒരു കുത്തൊക്കെ ഇട്ട് എന്തേ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് പാൻ ചൂടാവണു. നമ്മുടെ നല്ല കടുകും ഉലുവയിട്ട് അങ്ങോട്ട് പൊട്ടട്ടെ കേട്ടോ. പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ചേർക്കാൻ വെച്ചിരിക്കുന്നത് കളറ് കണ്ടോ, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ സാദാ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കായം അവസാനം ചേർക്കാമെന്ന് വെച്ചു. പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ നന്നായിട്ട് മൂപ്പിക്കട്ടെ കേട്ടോ. പിന്നെ പഞ്ചസാര വേണം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ശരിക്കും ഒന്ന് മൂപ്പിക്കട്ടെ കേട്ടോ. മൂത്ത് വരുമ്പോഴാണ് ബാക്കിയതെല്ലാം കൂടെ ചേർക്കണം. ഞാൻ ഈ നാരങ്ങ അച്ചാറിടും. ഈ കയ്പ്പ് തന്നെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഈന്തപ്പഴം ചേർത്തപ്പോൾ ഭയങ്കര ടേസ്റ്റ്. ഇത് മൂക്കട്ടെ കേട്ടോ. മൂത്തു. ഒരു ചെറിയ ചുമ, തണുപ്പല്ലേ. അപ്പോൾ ഇതേ മുളക് പൊടി ഒക്കെ അങ്ങോട്ട് ഇട്ടു. ഇനി നമ്മുടെ നാരങ്ങ ഇടാൻ പോകും. ഞാൻ വെളിച്ചെണ്ണ ആട്ടോ ഉപയോഗിച്ച്. ഒരു 5 മിനിറ്റ് മൂടി വെക്കട്ടെ കേട്ടോ. ഉപ്പും മധുരവും എല്ലാം കൂടെ ചേർന്നൊരു നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. ഒരു ഇച്ചിരി ചാറിന് വേണ്ടി ഇച്ചിരി വെള്ളം ഇവിടെ തിളപ്പിക്കുന്നുണ്ട്. അതങ്ങ് ചേർക്കും കേട്ടോ. ഒരു ഇച്ചിരി ചേർത്താൽ മതി കേട്ടോ, ഒത്തിരി ചേർക്കണ്ട. ഒരു ചാറ് വേണ്ടേ. അപ്പം നമുക്ക് പഞ്ചസാര ചേർക്കാം. പിന്നെ ഈന്തപ്പഴം ചേർക്കാം. ഈന്തപ്പഴം ഞാൻ ഇതിൽ സോക്ക് ചെയ്ത് വെച്ചായിരുന്നായിരുന്നു കേട്ടോ, ചൊറുക്കയിൽ. ശരിക്കും തിളപ്പിക്കാം. നല്ല മണത്തോന്ന് തുടങ്ങി. ഇത് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കണതാണ് ടേസ്റ്റ്. അപ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് എല്ലാം അങ്ങ് പിടിക്കും. ഉപ്പും പുളിയും മധുരവും എല്ലാം അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് നല്ലത്. നല്ലെണ്ണയല്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന, വെളിച്ചെണ്ണയാണ്. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചാൽ മതി. ഇപ്പോഴല്ല ടേസ്റ്റ് വരുന്നതിന്. ഒരു 5 ദിവസം കൂടെ കഴിയുമ്പോൾ നല്ല ടേസ്റ്റോ. നല്ല ടേസ്റ്റ് പറഞ്ഞൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇരിക്കും തോറും ഇതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ അതാ ഒരു കായപ്പൊടിയും കൂടെ ചേർത്ത് കേട്ടോ. അപ്പോൾ നല്ല മണം മതി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഏറ്റവും ടേസ്റ്റുള്ളൊരു പ്രത്യേക ടേസ്റ്റുള്ളൊരു നാരങ്ങയും ഈന്തപ്പഴമാണ്. ഈ നാരങ്ങ എൻ്റെ ഫ്രണ്ട് കൊണ്ടുതന്ന നാരങ്ങ. അപ്പോൾ അതൊന്ന് ഇച്ചിരി വലുതാണ്, വലിയ നാരങ്ങ. അതുകൊണ്ടാണ് ഇതിൻ്റെ തൊലി ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത്. ഞാനിത് അടച്ചു വയ്ക്കാൻ പോവാം, ഓഫ് ചെയ്യാൻ പോവാം. അപ്പോൾ ഓക്കേ.